വന്ന് പറഞ്ഞായിരുന്നു, മനു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് നിന്റെ അധികാരം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക, നീ ഇവിടെ അതായത് ചക്രവർത്തിയെ പോലെ ഇരുന്നത് അല്ല മുനികുമാരിയെ പോലെ ഇരുന്നത് മാറി ചക്രവർത്തിയെ പോലെ ആയിട്ടുണ്ട്, അത്രമാത്രം നീ ഗംഭീരമായിട്ട് നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ച് ആ ഒരു സ്റ്റേജിലെത്തി എന്നുള്ള രീതി മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് കുറേ നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവതക്കുട്ടിക്ക് ഒരു സംശയം, ഇവരെന്തായി സംസാരിക്കുന്നത് എന്നുള്ള രീതി നോക്കി അവതക്കുട്ടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് അലീനയും ബാലചന്ദ്രനും അതായത് അവരുടെ വീട്ടുകാര്യങ്ങൾ, അതായത് നമ്മുടെ വൈജയന്തിയുടേതായിട്ടുള്ള കുറേ കുറ്റങ്ങളും കുറവുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് അവതക്കുട്ടി കയറി വന്നപ്പോഴത്തേക്ക് ഒരു ഇൻ്റർഫിയർ, അതായത് ഒരു തടസ്സം പോലെ വന്നതുകൊണ്ട് പെട്ടെന്ന് ആ ടോപ്പിക്ക് അവിടെ നിർത്തുവാണ്. അപ്പം അവതക്കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്, വേറെ വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവതക്കുട്ടി വരുവാണ്. ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. കാരണം ആദ്യമായിട്ടാണ് അലീന ഒരു കള്ളത്തരം മറച്ചു വെക്കുന്നത്. ഒരാളുടെ ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അവതക്കുട്ടി എന്ന് പറഞ്ഞാൽ തൻ്റെ വെല്ലിപ്പൻ്റെ മുമ്പേ വെച്ച്, അല്ലെങ്കിൽ അവതക്കുട്ടി എന്നല്ല വേറെ ആരുടെ മുമ്പേ എന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മുടെ അലീന കള്ളത്തരം കാണിക്കാൻ ഉദ്ദേശിക്കാത്തൊരു പെണ്ണാണ്. അപ്പം അതിൻ്റെ മുമ്പേ പെട്ടെന്ന് തൻ്റെ വെല്ലിപ്പം വന്നപ്പോഴത്തേക്ക് മറച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി തോന്നി. അതിന് പെട്ടെന്ന് അവിടെ നമ്മുടെ സ്റ്റാൻലി വരുവാണ്, നമ്മുടെ ജീപ്പായിട്ട് സ്റ്റാൻലി വന്നു കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് മുറ്റത്തൊരു കാറ് കിടക്കുന്നു. ഇതാരാ അതിശയത്തോടെ നോക്കുകയാണ്, ഇതാരാ, നമ്മൾ ആരും വിളിച്ചു വരുത്തിയിട്ടില്ലോ, പിന്നെ ഇതാരാ, മാത്രമല്ല എൻ്റെ കുടുംബക്കാരിലോ എൻ്റെ കൂട്ടുകാരിലോ ആരും ഇങ്ങനെ ഒരു വണ്ടി ഇല്ലല്ലോ, ഇതാരാന്നുള്ള രീതി ഇങ്ങനെ നോക്കിക്കൊണ്ട് അകത്ത് കയറി വരുമ്പോഴത്തേക്കും സ്റ്റാൻലിയെ കണ്ടു. സ്റ്റാൻലി ബാലചന്ദ്രനാണ്. ബാലചന്ദ്രൻ ഹലോ സ്റ്റാൻലി എന്നോട് വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത്തിരി ഗൗരവത്തോടെ സ്റ്റാൻലി നല്ല കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് ഹലോ എന്ന് പറഞ്ഞ് കൈ കൊടുക്കണം. കൈ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഞാൻ ചുമ്മാ ഇറങ്ങിയതാണ്, പക്ഷെ എന്നാലും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രനല്ല, സ്റ്റാൻലി ഗൗരവത്തോടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം, അതിൻ്റെ സമയമുണ്ടല്ലോ എന്നുള്ള രീതി നമ്മൾ ബാലചന്ദ്രൻ സ്റ്റാൻലി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിശേഷങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും എന്താ അച്ഛൻ കൊണ്ട് ഇറങ്ങി ചോദിച്ചു. അലീന ചോദിക്കും, മോളെ ഞാനിവിടെ നിന്നെ കൊണ്ട് തള്ളിയിട്ട് നിന്നെ അന്വേഷിച്ചില്ല പറഞ്ഞില്ല എന്ന് നീ കരുതരുതല്ലോ, അപ്പം വല്ലപ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് അന്വേഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. അപ്പം സ്റ്റാൻലിയോട് ചോദിക്കുന്നത് അതിന് വല്ല വിരോധമുണ്ടോ മിസ്റ്റർ സ്റ്റാൻലി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് വരുമൊന്നുമില്ല, തനിക്കിവിടെ വരാനും പോകാനും ഉള്ള അധികാരം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ബാലചന്ദ്രന് മനസ്സിലായി എന്തോ കാര്യഗൗരവമായിട്ട് പറയാനുണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലായി. അപ്പം ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് അകത്ത് കയറുവാണ്. സ്റ്റാൻലി റൂമിൽ ചെന്നിട്ട് സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്തിട്ട് ബാലചന്ദ്രൻ കൊടുത്തിട്ട് ബാലചന്ദ്ര സിഗരറ്റ് വലിക്കത്തില്ലെന്ന് ചോദിക്കുക. സിഗരറ്റ് വേണ്ട, സിഗരറ്റ് വേണ്ട, ഞാൻ വലിക്കാറില്ല, വലിക്കുമായിരുന്നു, പക്ഷെ അലീന വന്നതിന് ശേഷം ഞാൻ എൻ്റെ സ്മോക്കിംഗ് എന്നുള്ള ഹാബിറ്റ് നിർത്തി. കാരണം അത് ശരിയാകത്തില്ല. കാരണം ഈ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാർ സിഗരറ്റ് വലിക്കുന്നത് അല്ലെ സ്മോക്ക് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ എന്നെ വെളിപ്പെടുത്തി തന്നത് അലീന മോളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതി പറയുവാണ്. അപ്പം ശരി ആയിക്കോട്ടെ എന്നുള്ള രീതി പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആദ്യം എന്നാണ്ട് വിശേഷം എന്താ വന്നത് ചോദിക്കുക. അല്ല അലീനയെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, ഇടപെടണം എന്നുള്ള രീതി പറയണം. അവളുടെ വിശേഷം ഒന്ന് അന്വേഷിക്കണം. അവൾക്കെന്നാ വിശേഷം, അവളുടെ സ്റ്റാൻഡ് പറയും, അവൾക്കെന്നാ വിശേഷത്തിന് കുറവ്, അവളിവിടെ രാജകുമാരിയെ പോലെയല്ല, അവൾ നിങ്ങളുടെ വീട്ടിൽ വേലക്കാരിയാണെങ്കിൽ ഇവിടെ രാജകുമാരിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരി ആയിരുന്നു, പക്ഷേ അവൾ ആരാണെന്നുള്ള തിരിച്ചറിവ് വന്നതോടെ അവൾ എൻ്റെ മകളായിട്ടാണ് ഞാൻ അവളെ കണ്ടേക്കുന്നത്. മാത്രമല്ല എൻ്റെ മക്കൾക്ക് ഇപ്പോഴും അവൾ ആരാന്ന അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവളെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് സ്നേഹിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ബഹുമാനിക്കുന്നതും. ആ ഒരു സാധനമൊന്നും ഒരു വീട്ടിലും കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാൻ മറക്കുന്ന കാലഘട്ടമാണ്. ആ സാഹചര്യത്തിൽ ഇത് സ്വന്തം സഹോദരി അല്ല എന്ന് സ്വയമേ ധരിച്ചിട്ടും പോലും സഹോദരിയെ പോലെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആ കുട്ടികളുണ്ടല്ലോ, അവർ എൻ്റെ ഇപ്പോഴത്തെ ഒരു നിധികളാണ്. കാരണം എനിക്ക് അവരെ തിരിച്ചു കിട്ടി തന്നെ അലീന മുഖേന. അതുപോലെ അലീനയെ സ്നേഹിക്കാനുള്ള കഴിവും അവർക്ക് കൊടുത്തത് ദൈവം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ നിങ്ങളെക്കാട്ട് മുമ്പിലാന്ന് ബാലചന്ദ്രൻ എടുത്തടിക്കുമ്പോഴത്തേക്ക് പറയാം, അത് തന്നെ കുറ്റം പറഞ്ഞല്ല, നിങ്ങളാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് ആ ഒരു ബോധമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവൾക്ക് കുറവൊന്നുമില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ ഞാൻ ഒരു വർഷത്തിനുള്ള അവളുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അപ്പം ഇതിൻ്റെ
ഒരു കാര്യഗരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. കാരണം ഞാൻ ഈ ബന്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ താനിവിടെ ഇടയ്ക്ക് വരുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഒരു വർഷം കഴിയുമ്പോൾ കല്യാണം കഴിയുമ്പോഴത്തേക്ക് അവളുടെ ഹസ്ബൻഡ് അവളോട് ചോദിക്കുക ഇതാരാ എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ഉത്തരം പറയും? ഞങ്ങൾക്ക് ഉത്തരം പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവള് ഇവിടെ വേലക്കാരിയായിട്ട് വന്നതല്ല, നിങ്ങളുടെ വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നു. പക്ഷേ അവൾക്കൊരമ്മയുണ്ട്, ആ അമ്മയും അച്ഛനും ഇങ്ങനെ പിരിഞ്ഞു നിന്നതാണ്, അല്ല അവൾ ഇങ്ങനെയാണ് ജനിച്ചത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവള് അത് പിന്നെ ആ ചെറുക്കനോട് പറയുമ്പോഴത്തേക്ക് കള്ളത്തരം പറയണം. കള്ളത്തരം പറഞ്ഞാലും സത്യം പറഞ്ഞാലും രണ്ടും പൊളിയും. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട കൊച്ചാന്ന് അറിയപ്പെടും. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതും മോശമല്ലേ? കാരണം ഒരു പരുവത്തിൽ ഒന്ന് പറഞ്ഞു നിർത്തുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളതിൽ കൂടുതൽ നിങ്ങളുടെ അതായത് അലീനയുടെ അമ്മയുടെ വീട്ടുകാർ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അവളെ എങ്ങനെയാണ് ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആക്സിഡൻ്റ് കിടന്ന സമയത്താണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അലീനയുടെ അമ്മയുടെ വീട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ആ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പം മാത്രമല്ല, അമ്മ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്ന വൈജയന്തിക്ക് ഇപ്പം ഇത് അറിയത്തില്ലെങ്കിൽ പോലും നാളെ സമയത്ത് ആങ്ങളമാരോ മറ്റു ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിഞ്ഞിട്ട് തിരിച്ച് വന്ന് എൻ്റെ മോളെ കൊണ്ടുപോകും. പിന്നെ അവളുടെ ഭാവി, അവളുടെ ഭർത്താവ്, അവളുടെ കുടുംബം എല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ തൻ്റെ അഭിപ്രായം എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അപ്പോൾ ബാലചന്ദ്രൻ പറയും ശരി, അതൊക്കെ കറക്റ്റ് കാര്യമാണ്. പക്ഷേ അലീനയ്ക്ക് ഒരു കല്യാണം ആലോചിക്കുന്നു പറഞ്ഞാൽ ആ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് മനു എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തി എനിക്കറിയാമെന്ന് ചോദിക്കും. പറയാം എനിക്കറിയാം, മനു വന്നു, അതൊരു വിഷയമാണ്. മനു ഇവിടെ വന്ന് അവളെ കണ്ടു. നാളെ മനു ആരാ എന്താണെന്നുള്ള രീതി ചോദിച്ചെന്നാലും അവൾക്കതൊരു ക്ഷീണമല്ലേ എന്നുള്ള ചോദിക്കുക. മനുവിന് അവളെ ഇഷ്ടമാണ്. മനുവിന് മാക്സിമം കാരണം അവളല്ലാതെ വേറൊരു പെണ്ണിനെ കിട്ടത്തില്ലെന്നുള്ളൊരു ചിന്താഗതി നടക്കുന്ന ചെറുക്കനാണ്. എൻ്റെ ഒരു ചിന്താഗതി അലീനയ്ക്ക് അതുപോലെ തന്നെ അവനെ ഇഷ്ടമാണെന്നുള്ള ഒരു ധാരണ എനിക്കുമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവനിൽ നിന്നും അവളെ അകറ്റാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ആ ഒരു ധാരണയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതം അവർ രണ്ടുപേരും നിങ്ങൾ അതായത് സ്റ്റാൻലി, നിങ്ങൾ അവരുടെ അഭിപ്രായം ചോദിക്കാതെയാണോ ഈ കാര്യത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും അങ്ങോട്ട് ഇഷ്ടമുണ്ട്. അത് പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ പെണ്ണിനും ആണിനോട് ഇഷ്ടം ഉണ്ടായാലല്ലേ അവർക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു പെണ്ണിന് ഒരു ചെറുക്കനെ സ്നേഹിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ അവനൊന്നിനും കൊള്ളാത്ത രീതിയിലാണ് ഈ സമൂഹത്തിൽ ജീവിച്ചു വരുന്നത് ആണ് അതിൻ്റെ അർത്ഥം. കാരണം സ്നേഹിക്കപ്പെടുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നുള്ളത് പറഞ്ഞ് രണ്ടും ദൈവം കൊടുത്ത ദാനമാണ്. അതൊരു പെണ്ണിനെ കണ്ടെത്തി സ്നേഹിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് തിരിച്ച് ഒരു പെണ്ണിനാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളതും ഒരു കാര്യമാണ്. പക്ഷേ അത് ഒരുപക്ഷെ അത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ ഈ ലോകത്ത് വേറൊരു കാര്യമുണ്ട്. സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നില്ല, ഒരുമിച്ച് ജീവിക്കുന്നവർ തമ്മിൽ സ്നേഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ വിട്ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പം അപ്പം അത് സ്റ്റാലിൻ ചോദിക്കും, അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട്. അലീനോട് ചോദിക്കുന്നത് അലീനയുടെ അപ്പം ഞാനാണ്, നിങ്ങളെ കാട്ടും അധികാരം എന്തും ഞാനാ ഇതിനുള്ള അധികാരി എന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറഞ്ഞ ശരി, നിങ്ങൾ തന്നെ അധികാരി, പക്ഷേ നിങ്ങളെ ഇവിടെ എത്തിച്ചു തന്നത് ഞാനാ, അവളെ ഇവിടെ എത്തിച്ചു തന്നത് നിങ്ങളിൽ എത്തിച്ചെന്ന് ഞാനാ. അപ്പോൾ അതിൽ ചെറിയൊരു അധികാരം എനിക്കില്ലെന്ന് കാണും. പക്ഷേ അവളുടെ കല്യാണം എങ്ങനെ നടത്തണം, എന്ത് നടത്തണം, ആരുടെ കൂടെ നടത്തണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത് ഞാനാ എന്നൊക്കെ മനസ്സിലാവും. ഉടനെ അലീന കയറി വരുവാണ്. അലീന കയറി വരുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇവർ തമ്മിലുള്ള തർക്കമാണ്. കാത്തിരുന്ന് തന്നെ കാണാം. വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാൻ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഒരു ദിവസം ആദ്യമായിട്ട് കാണുന്നതായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.